ഞാനിപ്പോ അങ്ങോട്ട് ചെന്ന പ്രശ്നമാവോ? എന്ത് പ്രശ്നം? നിങ്ങൾ ധൈര്യമായിട്ട് വാ, ഞാനില്ലേ കൂടെ. ശരിയാ, അല്ലെങ്കിൽ നമ്മളെന്തിനു പേടിക്കണം? സത്യം ആരോടും ചോദിച്ചറിയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് തന്നെ, വാ. വാ, നമുക്ക് ഇതിലെ കൂടെ കയറാം. ഇന്ദ്ര. നിങ്ങളോ? എന്താ രണ്ടുപേരും കൂടി? വഴി വെച്ച് വിനയനെ കണ്ടു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇന്ദ്രനെ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കാമെന്ന് കരുതി. ഓ കണ്ണാ, ആ സ്റ്റൂളിങ് എടുത്തിട്ട് ഇവിടെ ഇരിക്ക്. വിനയ ഇരിക്ക്. അല്ല ഇന്ദ്ര, ഞാനായിട്ടൊന്നും പറഞ്ഞതല്ല. ധനേട്ടൻ കാര്യങ്ങൾ അറിഞ്ഞ് ചോദിച്ചപ്പോ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ മറച്ചു വെക്കാൻ എന്തിരിക്കുന്നു? വൈകാതെ തന്നെ എല്ലാ കാര്യങ്ങളും നാട്ടുകാരറിയും. പിന്നെ കുടുംബക്കാരറിഞ്ഞ എന്താ പ്രശ്നം? നിങ്ങക്ക് ചായ പറയട്ടെ? വേണ്ട വേണ്ട, ഞങ്ങൾ ഇത് ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ഞാനൊരു കടയെടുക്കാനുള്ള ആലോചനയിലായിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാൻ വേണ്ടിയാ വന്നത്. നല്ല കാര്യം. ഇനിയെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. അതെ, എൻ്റെ മോന് ഒരു കുറവും വരാതെ നോക്കണേ. അതിനുവേണ്ടിയാ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന് കരുതിയത്. എവിടെയാ ഷോപ്പ്? അപ്പുറത്തെ ജംഗ്ഷനിൽ ഒരു CCTV ക്യാമറകളും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയില്ലേ? മനസ്സിലായി. ആ കടയാ നോക്കുന്നത്. വില കുറച്ച് കൂടുതലാ പറയുന്നത്. എന്നാലും സൗകര്യത്തിന് ഒരെണ്ണം ഒത്ത് കിട്ടണമല്ലോ. അവിടെ എങ്ങനെയുണ്ട് ഇന്ദ്ര? കച്ചവടമൊക്കെ കിട്ടുന്ന സ്ഥലമാണോ? അത് നമ്മുടെ ഒരു മേഖല അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല. അതിന്റെ ഓണർ ഒരു പ്രത്യേക ടൈപ്പാ. ഞാനെന്തായാലും ഒന്ന് തിരക്കട്ടെ. അത് മതി. ഈ പിന്നെ തിരക്കാന്ന് പറഞ്ഞാ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും എനിക്ക് കിട്ടും. അതെനിക്കറിയാം. എന്നിട്ട് പറയുന്നില്ല, നമ്മുടെ കാര്യങ്ങളൊന്നും വ്യക്തമായി പറഞ്ഞില്ലല്ലോ. സുശീല ആന്റി ഇപ്പോഴും ഇന്ദ്രന്റെ കൂടെ തന്നെയാണോ താമസം? അതെ, അല്ലാതെ പിന്നെ എവിടെ പോകാനാ? അപ്പോ ആന്റി എന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അല്ല, അമ്മ പറഞ്ഞ എല്ലാം സത്യ. എന്നെ പ്രസവിച്ച അമ്മയല്ല. എന്നാലും അവര് കാണിച്ചത് വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇത്രയും വർഷം അവർ ഇന്ദ്രനെ പറഞ്ഞ് പറ്റിക്കായിരുന്നില്ലേ? നിന്റെ യഥാർത്ഥ അമ്മ ആരാണെന്ന് ആന്റി പറഞ്ഞോ? ഇല്ല. പാവ ഇന്ദ്രൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു? സത്യത്തിലേ ആ സ്ത്രീയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക വേണ്ടത്. ആ വീടേ ഇന്ദ്രൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാന്ന് എല്ലാവർക്കും അറിയാം. അത് ധനേട്ടൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ കാര്യം പറയൂ. സത്യത്തിലേ അവര് ഇന്ദ്രനെ പറ്റിച്ച ഒരു അടിമയെ പോലെ പണിയെടുപ്പിക്കുകയായിരുന്നു. ഇത്രയും വർഷം അവരും അവരുടെ മക്കളും ഇന്ദ്രന്റെ ചെലവിൽ സൂചിച്ചങ്ങ് ജീവിച്ചില്ലേ? ഇപ്പൊ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞപ്പോ അവര് കറിവേപ്പില പോലെ എടുത്ത് അങ്ങ് കളഞ്ഞു. അതാണ് സംഭവം. ഇനി ഒരു വാക്കുകൂടി എന്റെ അമ്മയെ പറ്റി മോശമായിട്ട് പറഞ്ഞാ അടിച്ച പല്ല് താഴെയിടും. മനസ്സിലായല്ലോ? എന്നാലും ഇന്ദ്ര, ഞാൻ നീ ചൂടാവല്ലേ? ധനേട്ടൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാ. അല്ല, ഞാൻ പറഞ്ഞാൽ എന്താ പത്ര തെറ്റ്? ഇത്രയ്ക്ക് പിള്ളേരായിട്ടേ അവര് പിന്നെ അമ്മയൊന്നുമല്ലല്ലോ, ഏതോ ഒരു സ്ത്രീ. അങ്ങനെ അങ്ങോട്ട് കണ്ടേച്ചാ മതി. ഈ നിമിഷം നീ ഇറങ്ങണം. ഇന്ദ്ര, ഞാൻ തന്നോട് ഇറങ്ങി പോരാ പറഞ്ഞേ. കണ്ണാ, ഇവരെ പിടിച്ച് ഇറക്കി വിട്. ഇല്ലെങ്കിൽ ഇവന്റെ കാരണം ഞാൻ അടിച്ചു പിടിക്കും. പേടിച്ച് പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാനങ്ങ് പൊക്കോളാം. അങ്ങാടി തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടു. പിന്നെ നീ വരുന്നുണ്ടാ? ഞാൻ പോവാ. ഞാൻ വന്നോളാം. എനിക്ക് ഇവരോട് മസിൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടുന്ന് കിട്ടിയോടോ തനിക്ക് ഇവനെയൊക്കെ? എന്റെ പൊന്നോ, ഒരു അബദ്ധം പറ്റിപ്പോയി. നീ അത് വിട്ടേക്ക്. ഞാൻ ആ പുള്ളിയുടെ വണ്ടിയിലാണ് വന്നത്.
ഞാൻ ചെല്ലട്ടെ. ചെല്ല് നമുക്ക് പിന്നെ കാണാം. ആ. മോശം പിടിക്കാനായിട്ട് ഓരോന്ന് വന്ന് കയറിക്കോളൂ. എൻ്റെ പേര് കിട്ടുവന്നെങ്കിലും